ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ഒരുപാട് ശല്യക്കാരായിട്ടുള്ള പാറ്റ, പല്ലി, അതുപോലെ എലി, പെരിച്ചാഴി ഇവരെയൊക്കെ നമുക്ക് വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ ഓടിക്കാനായിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പായിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം കഴുകുന്ന നമ്മുടെ സ്ക്രബ്ബറും സ്പോഞ്ചും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് തിളച്ച വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ നമ്മുടെ സ്പോഞ്ചും സ്ക്രബ്ബറും ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല വൃത്തിയായിട്ട് അഴുക്കും അണുക്കളൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മുടെ സ്ക്രബ്ബർ സ്പോഞ്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി ഇല്ലെങ്കിലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടതാണ് കേട്ടോ. കാരണം നമ്മൾ ഡെയിലി പാത്രങ്ങളൊക്കെ കഴുകുന്നതുകൊണ്ട് തന്നെ ഒത്തിരി അഴുക്കും അണുക്കളും ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ടിപ്പ് നോക്കാം. നമ്മളിതുപോലെ അരിയൊക്കെ വാങ്ങിച്ച് കുറച്ച് കൂടുതലൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനുള്ളിലേക്ക് ഈച്ചയോ പ്രാണിയോ വണ്ടോ ചെള്ളൊക്കെ കയറാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ 2 കറുവപ്പട്ടയുടെ ഇല, വയനയില ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ വയനയില ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളി ഉണ്ടാവും. അപ്പം നമുക്കൊരു വെളുത്തുള്ളി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അരിക്കുള്ളിലേക്ക് പ്രാണിയോ ചെള്ളോ വണ്ടോ ഒന്നും കയറത്തില്ല. എത്ര കാലം വേണമെങ്കിലും നമ്മുടെ അരിയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും കുക്കറി യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തിളച്ചൊക്കെ ചാടി പുറത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ വീണ് എല്ലാം വൃത്തികേടാവാറുണ്ടല്ലേ. എല്ലാവരും ഒരു പ്രോബ്ലം ആണതല്ലേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു തിരികെ നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ നമ്മൾ ആ സമയത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് പുറത്തേക്കൊന്നും ചാടി വരത്തില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ അങ്ങ് നിന്നോളും. അപ്പം നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പോ കുക്കറോ ഒന്നും വൃത്തികേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മുളക് പൊടിയാണ്. അപ്പോൾ ഇതിലേക്ക് നല്ല എരിയുള്ള കുറച്ച് മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡെറ്റോളാണ് വേണ്ടത്. അപ്പോൾ ഡെറ്റോളും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനാഗിരി കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ആ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ച് എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് കുഴച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഞാനിവിടെ ഇത് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്താൽ എലിയൊന്നും അങ്ങനെ കഴിക്കാൻ ഇതാണ്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആകുമ്പം എലിയും പാറ്റയും പല്ലിയൊക്കെ പെട്ടെന്ന് ഒന്ന് കഴിച്ചോളൂ അത്. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇവിടെ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് കുറച്ച് ശർക്കരയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് എല്ലാം ശർക്കരയിൽ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം. മുക്കി മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ശർക്കരയുടെയൊക്കെ ഒരു സ്മെല്ല് എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശർക്കരയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എലിയും പല്ലിയും പാറ്റയൊക്കെ വന്നിത് കഴിച്ചോളും. അപ്പം ഫുള്ളായിട്ട് ആ ഒരു ബോൾസ് ഫുള്ള് നമുക്കെല്ലാം ഈ ശർക്കരയിൽ ഇങ്ങനെയൊന്ന് നമുക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതിനെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പരിസരത്തൊക്കെ എലിയുടെയും പെരിച്ചാഴിയുടെയൊക്കെ ശല്യമുള്ള ഭാഗത്ത് ഇതുകൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കരയുടെയൊക്കെ സ്മെല്ലടിച്ചിട്ട് ഗോതമ്പ് പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എലികൾ വന്നിത് കഴിച്ചോളും. പിന്നെ അവരുടെ വയറ്റിനുള്ളിൽ എന്തെങ്കിലും ദഹന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവർ ആ പ്രദേശത്തേക്ക് വരത്തില്ല. അതുപോലെ തന്നെ വീട്ടിനുള്ളിലായാലും പുറത്തായാലും പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലുള്ളിടത്ത് നമുക്കിതുകൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അവർ വന്നിത് കഴിച്ചിട്ട് അവർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവരും ആ പ്രദേശത്തേക്ക് വരത്തില്ല കേട്ടോ. അപ്പം പല്ലി, പാറ്റ, എലി, പെരിച്ചാഴി ഇവരെയൊക്കെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്